ഞങ്ങളുടെ ജിബ്ബു. വെൽക്കം എവരിവൺ ടു സ്റ്റാർ മാജിക്. പക്ഷേ അതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ആംബിയൻസിലൊക്കെ ഭയങ്കരമായിട്ടൊരു മാറ്റം. അപ്പൊ ഇന്ന് സ്പോർട്സ് താരങ്ങളാണ് ശരിക്കും നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ വന്നിട്ടുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അതിന് മുമ്പായിട്ട് വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് നൗ യു ആർ വാച്ചിങ് അമൃതവേണി ഹെയർ എലിക്സർ പ്രസൻസ് മൈ ജി ഫ്യൂച്ചർ സ്റ്റാർ മാജിക്. വെൽക്കം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാ ഞങ്ങൾ ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചെക്ക് അല്ല, അതല്ല, കോമഡിയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെന്ന് ഇവിടുന്ന് ചെക്ക് അതെ. ഹലോ, പരിപാടി തുടങ്ങണേക്കാളും മുന്നേ ചെക്ക് വെക്കാൻ പറ്റില്ല. പിന്നെ പരിപാടി തുടങ്ങണേക്കും അഡ്വാൻസ് ചെക്ക് തന്നാ തന്നെ കുഴപ്പം. അല്ല, പെർഫോമൻസിന് നിലവാരം വെച്ചിട്ട് അവസാനം തരാന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അല്ല, അയ്യോ, നമ്മൾ ആരാണാവോ? ഞാൻ എന്റെ റഫറി അല്ലേ? റഫറി വിത്ത് കോച്ച്. റഫറി വിത്ത് പേര് റാഫേൽ. ഏതിന്റെ? എല്ലാവരുടെയും കോച്ചാണ് ഞാൻ. ബുദ്ധിയുള്ളവർക്കുള്ള കളിയാണ്. എനിക്ക് ബുദ്ധിയുണ്ട്. ഞാൻ പലയിടത്തോടെ കൊണ്ടുപോയി. ഇതിനകത്തൊരു കുതിരയില്ല, കഴുതയായിട്ട് ബിനീഷ് ബാസിനെ ഒന്ന് വന്നിരിക്കാവോ? പറഞ്ഞു തരുന്നില്ല. അയ്യോ, അസുഖം കൂടിയേ. ഒരു ക്ലോസ് കൊടുക്കാമെങ്കിൽ അവൻ എന്തായിട്ടും വരും. ചേട്ടാ, ക്ലോസ് ഒന്നുമല്ല. ഇവിടുത്തെ ഡയറക്ടർ ബുദ്ധിപൂർവ്വം ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ അളിയനെ ബോക്സിംഗ് ചാമ്പ്യൻ ആക്കിയിട്ട് ഈ സാധനം കയ്യിലിട്ട് കൊടുത്തു. ഇനി മൈക്ക് കൊടുക്കൂല, പാട്ടും പാടൂല. എന്നെ പരിചയപ്പെട്ടില്ലല്ലോ. ഹലോ മിസ്റ്റർ കോച്ച്. ഈ അറ്റത്ത് നിൽക്കുന്നത് ആരാ? അദ്ദേഹത്തിന്റെ മുഖം ഒന്നും കാണില്ലല്ലോ. നീലാം സ്ട്രോങ്ങിന്റെ കുഞ്ഞമ്മയുടെ മോനാണെന്നാണ് ഇവിടെ പരക്കെയുള്ള ഒരു അഭിപ്രായം. അല്ല, നീലാം സ്ട്രോങ്ങിന്റെ ആരാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതെ. ഞാൻ പോയി നോക്കിട്ട് വരാം. നീയായിരുന്നു, അടച്ചു വെക്ക്, അതാ നല്ലത്. ജിത്തുവായിരുന്നു. നിങ്ങളുടെ നാട്ടുകാരനാണ്, കുറുക്കഞ്ചേരി ജിത്തു. എന്താണിത് ചേട്ടാ? ബുധൻ വ്യാഴത്തിലാണ് ഇരിക്കണേ. എന്റെ സമയം ഒന്ന് നോക്കണം. അത് സമയം നോക്കാൻ വാച്ച് നോക്കിയാൽ മതി. അല്ല, നമ്മൾ ആരാണാവോ? ഞാൻ സച്ചിൻ, കൊച്ചിൻ സച്ചിൻ. കൊച്ചിൻ സച്ചിനാ? കൊച്ചിനുള്ള സച്ചിൻ. ഹാസ്യം. അനു, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെന്റെ പുതിയ കൂട്ടുകാരി. ഇതാണ് എന്റെ പുതിയ കൂട്ടുകാരി സുസ്മിനി. പേരൊന്ന് ശരിക്കും പറയൂ. സുസ്മിത. സുസ്മിത. പുതിയ കോമ്പോ. സുസ്മിത പ്രായമായതുകൊണ്ടാണ് ചെറുതായിട്ട് നടുവിന് പ്രശ്നമുള്ളടത്തിൽ ചാരും വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. സുസ്മിത അനുവിനൊന്ന് പരിചയപ്പെടും. അല്ല, ഞങ്ങൾ മുന്നേ പരിചയപ്പെട്ടതാ. എങ്ങനെയാ പരിചയപ്പെട്ടെ? സുഗമോദേവി സീരിയലില് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. മാമി അറിയായിരുന്നല്ലേ? മാമി ചെന്ന് പരിചയപ്പെടും. ഞങ്ങൾ പരിചയപ്പെട്ടു. ചേച്ചി, എനിക്കൊരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരനാണ്. പേഴ്സ് പ്രമാണമൊക്കെ സൂക്ഷിച്ചോണം കേട്ടാ. ഇനി എവനാണ്? എന്റെ 5 സെന്റിന്റെ പ്രമാണം പോയി. ഇനി എവനാണ് എന്റെ ഈ ഫ്ലോറിൽ എന്റെ കൂട്ടുകാരൻ. എന്തൊക്കെ പറഞ്ഞാലും നൈസ് ഫ്രണ്ട്, ഹി ഈസ് ബ്ലഷിംഗ്. ഭയങ്കര അമൂൽ ബേബി പൂൾ ഉണ്ടല്ലേ ചേച്ചി? ശരി, ഇന്ന് തൊട്ട് ഞങ്ങൾ ആ കോംബോ സ്റ്റാർട്ട് ചെയ്യാൻ പോണു. ഇന്ന് തൊട്ട് പിന്നെ വേറെ കാര്യം, നേരത്തെ പറഞ്ഞതാണ്, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ഇറങ്ങുമ്പോൾ ചിലർ പൊരിച്ച മീനൊക്കെ തരും, മാറ്റി കഴിക്കരുത്. അതിൽ കൂടെയൊക്കെയാണ് പണി. ശരി, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ആരാ വരാൻ പോണേന്ന് കരുക്കൾ നീക്കിയിട്ടൊന്ന് പറയൂ. സ്കോർ ചെയ്യാൻ പറ്റുന്ന അവസരമാണ്. എന്തായാലും നോക്കട്ടെ. സംഭവം വരുന്ന ഗസ്റ്റ് എനിക്കിട്ട് പണി തരുന്ന ആളാണ്. ഞാൻ പോണു, ഞാൻ ഹാഫ് ഡേ ലീവാണ്. അല്ലല്ല, അത് പറഞ്ഞിട്ട് വേണം. എന്നെ കണ്ണെടുത്താ കണ്ടില്ലാത്തൊരു ഗസ്റ്റാണ്. വന്നു കഴിഞ്ഞാൽ പിരികോ മുടിയും തമ്മിൽ ഉടക്കും, അത്ര വിദേശം വരും. കണ്ണട വെപ്പിക്കൂല, ചാട്ടവാറിനടിക്കും. ചാട്ടവാറിന് പട്ടീനെ ഓടിച്ചിട്ട് തല്ലും പോലെ തല്ലുന്നത്. പേര് പേര് പറയാം. ആദ്യത്തെ അടി കിട്ടുമ്പോ സുരേഷ് ഏട്ടാ എന്നിങ്ങനെ വിളിക്കുവോ താങ്കള്? വിളിക്കൂല്ലേ? എനിക്ക് മനസ്സിലായി. എന്നാ പേര് പറഞ്ഞോളൂ. വിശ്വാമിത്രനെ വരെ തപസ്സിളക്കിയ ഒരാളാണ്. രംഭയ്ക്കും തിലോത്തമയ്ക്കും വരെ ഈഗോ അടിക്കുന്ന ആളാണ്. ആളിവിടെ വന്നിട്ടുണ്ട്. തെളിഞ്ഞോ? വെറ്റിലേലും അതാ വരുന്നു. നമ്മുടെ സ്വന്തം, നിങ്ങളുടെ സ്വന്തം സുരേഷേട്ടന്റെ മാത്രം സ്വന്തം ശ്രീ കീർത്തിയുടെ അമ്മ. പേര് മറന്നുപോയല്ലോ.
സ്റ്റാർ മാജിക്കൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഫാമിലി മെമ്പർ ആയിട്ടുള്ള ശ്രീമതി മേനക സുരേഷ്. ചേച്ചി ഒരു ബോൾ എറിയച്ചി പാട്ട് നിർത്തി. എല്ലാരും ഓരോരോ പൊസിഷനിൽ പോയേ. ഇന്നത്തെ എപ്പിസോഡിൽ വീണ്ടും നമ്മുടെ പവർ ഹൗസ് എത്തിയിരിക്കുകയാണ്. ഒരു ബോൾ പ്രിയമുള്ളവരെ, പൊളിയാണോ? ചേച്ചിയുടെ ആദ്യത്തെ ബോളിൽ തന്നെ സച്ചിൻ ക്ലീൻ ബോളോട് ക്ലീൻ ബോൾഡ്, അതും കൊച്ചിൻ സച്ചിൻ. കൊച്ചിൻ സച്ചിൻ. ഓക്കെ, അപ്പൊ ഇതെല്ലാം മേനക ചേച്ചി വരണം എന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ചേച്ചി വരുമ്പോൾ ഒരു എനർജി ശരിക്കും ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 40% കൊടുത്താൽ മതി അല്ലേ, ബാക്കിയൊക്കെ ചേച്ചി ഇട്ടോളും. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ജോയിനിങ് വിത്ത് us. വെൽക്കം മേനക ചേച്ചി, വെൽക്കം വൺസ് അഗൈൻ ടു സ്റ്റാർ മാജിക്. Thank you so much. Star. So happy again and again I'm watching you. സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലക്ഷ്മി, പറയൂ. നല്ല വിശേഷം. ശരിക്കും ചേച്ചി ഓരോ ദിവസം ഓരോ ഡിഫറെന്റ് അറ്റാറിൽ, അതിലുപരി ഹെയറിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് വരുമ്പോൾ ഭയങ്കര ഭംഗി കാണാൻ. ഞാനും ഉണ്ടാവണ്ടേ ഇവരുടെ ഒപ്പത്തിൽ നിൽക്കണ്ടേ, അനുവിന്റെ കൂടെ ഒക്കെ നിൽക്കണ്ടേ ഞാൻ. ലക്ഷ്മി എന്താ? അല്ലല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കബഡി നിർത്തുന്നതിലും ജ്യോതിഷത്തിലൊക്കെ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ? ഓക്കെ, എന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ അച്ചട്ടായതൊക്കെ, കാരണം ഇന്നോടൊരു ജ്യോത്സ്യം വന്നിട്ട് ശരിക്കും ഇങ്ങനെ കബഡിയൊക്കെ നിർത്തിയിട്ട് പറഞ്ഞു ഇന്ന് മേനക സുരേഷ വരണേ. അതായത് മണ്ടനാ പറഞ്ഞ ആ കൂട്ട അയ്യോ നിനക്ക് ബുദ്ധി ഉണ്ടാടാ. ബുദ്ധിയുണ്ട്. എന്താ പറഞ്ഞ? അതെന്നറിയോ, ഒരു 10 അടി കൊടുത്തില്ലേ ഒരു ദിവസം, അതിനുശേഷം നന്നായി. ആണോ? നന്നായോ നീ ഈ അടി ഇട്ടിട്ട്? എന്തായാലും വൈഫ് പറഞ്ഞ് എന്നാ രണ്ടുപേരുടെ തത്തയും കൂടെ ഇറക്കി വിട്ടാട്ടെ. പറ വൈഫ് എന്തൊക്കെ പറഞ്ഞു? വൈഫ് പറഞ്ഞു ഒരു ചാട്ട മേടിച്ച് അവക്കും കൊടുക്കണമെന്ന്. ചേച്ചി എന്നെ പട്ടിനെ പോലെ ഓടിച്ചിട്ട് തല്ലിയില്ല, അവക്കും തല്ലണം. അവളെ നേരിട്ട് കൊണ്ടുപോവാ, ഞാൻ പഠിപ്പിച്ചുതരാം എങ്ങനെയാ നിന്നെ അടിക്കേണ്ടത് എന്നുള്ളത്. ചേച്ചി ഇത് ഓർണം കുറവാണല്ലോടാ വേ. എന്ത് ഇപ്പഴാ ഓർത്തെ, ഇന്നലെ ടച്ചപ്പിന് കപ്പലിന്റെ ഇല്ലാത്തന്ന് പറഞ്ഞിട്ട് സാധനം എടുത്ത് ഞാൻ ഈ പറഞ്ഞ സാധനം ഏറ്റില്ല, പക്ഷെ ഞാൻ ഏക്കുക. ചേച്ചി ഒരു നെയ്മർ വെറുതെ നിന്ന് പുഴിക്കാണ്. ആരാ? അനുവിനെയാണോ പറയുന്നത്? എന്നെ പറയുന്നത്. സുസ്മിതയുടെ കാര്യം നോക്കിയത്, എന്റെ കാര്യം നോക്കണ്ട. സുഷ്മിത, അതായത് ഒരു പുതിയ കുട്ടി വന്ന് ഇതാണ് സുസ്മിത. ഹായ്, എന്താ ഇവിടെ കൂടിയത്? തങ്കച്ചന്റെ കൂടെ? തങ്കച്ചൻ ഹോം നേഴ്സാ. തങ്കുന്റെ ഫാന് ഞാന്. തങ്കുന്റെ
അനുഗ്രഹം മേടിച്ചേ. ഞങ്ങളെ അനുഗ്രഹിക്കണേ. അയ്യോ ദൈവമേ, നന്നായിരിക്കണേ. ഒരിക്കലും അനു പാവം കഷ്ടപ്പെട്ട് ഒരു വഴിയായി. ഓ. നീ എങ്കിലും നന്നായിട്ട് വാ. എന്നെ കൂടെ അനുഗ്രഹിക്കണേ. ആ കൊച്ച് കാലം പിടിക്കുന്നതിന് കുഴപ്പമില്ല, ഈ അപ്പൂപ്പൻ എന്തിനാ? ഓയ്, അനുവിന്റെ പുതിയ ആളാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായി കേട്ടോ. ക്യൂട്ട് അല്ലേ? നന്നായി, അനുഗ്രഹം എന്തായാലും കൊള്ളാം. ആണല്ലേ? ഓ അത് മതി. ഇത് വിഷമം അത് വിഷമം കടിച്ചമർത്തിയതാണ്. എന്തൊക്കെയാ വിശേഷങ്ങൾ? നമ്മുടെ സ്റ്റാർ മാജിക് ജേർണി ഒക്കെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കണു? ഇപ്പൊ സുരേഷ് ഏട്ടൻ പറഞ്ഞ് ഇനിയിപ്പോ വീട്ടിലേ ഇരിക്കാറില്ല, 24 മണിക്കൂർ അവിടെ പോയി ചിരിക്കാൻ പോവാണ്. എന്നാ വരണേ സുരേഷ് ഏട്ടനെയും കൂട്ടിയിട്ട് ഒരുമിച്ച്? ഞാൻ നേരിട്ട് കണ്ടെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് വരാം. അതാണ് പ്രശ്നം. സാറേ വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞോട്ടോ. ഉങ്ങാനാ വരാ, നിന്നെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഭാര്യയെ കൂട്ടി അന്ന് വരണം കേട്ടോ. എന്തായാലും മേനക ചേച്ചി ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. സോ വി ആർ റെഡി ടു റോക്ക്. നമുക്ക് ഐശ്വര്യമായിട്ട് എപ്പിസോഡ് തുടങ്ങിയാലോ? തുടങ്ങാം. യെസ്. നമുക്ക് നല്ലൊരു അപ്പോ മ്യൂസിക്കോട് കൂടി. ഇത് നക്ഷത്രം, ഇത് ഉൽക്ക. അസുഖമുള്ളവനെ എന്താണ് ഡള്ളായി നിൽക്കുന്നത്? അത് മേക്കപ്പ് കുറച്ചിട്ടിരിക്കുന്നുണ്ട്. അല്ല എന്തോ ഒരു വിഷമമുണ്ട്. അനുവിന് അവർക്ക് എന്തോ ഒരു വിഷമമുണ്ട്. എനിക്ക് ഒരു വിഷമമില്ല, എനിക്ക് സന്തോഷം. എന്തുകൊണ്ട് ഒരു വിഷമം? സാധാരണ നീ വാ, അനു വാ, അനു വാ. അല്ലല്ല സാധാരണ അനു, എന്താ നിൽക്കുന്ന പോലെ പ്രശ്നം? അല്ല. എന്നോട് പറയാം, ഞാൻ ശരിയാക്കി തരാം. കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ പുള്ളി എന്റെ കൂടെ ആയിരുന്നു. ഫ്ലോറില് എന്റെ കളിക്കൂട്ടുകാരനായിരുന്നു. ഓക്കെ, വെരി കൂട്ടുകാരിയായിരുന്നു. ഗുഡ്. ഓക്കെ, പുതിയൊരു പെങ്കൊച്ചു വന്നപ്പോ കൂടെ പോയി. സ്വഭാവം അറിഞ്ഞില്ല ഇപ്പം. അപ്പൊ അതിനെ കുറിച്ച് വിഷമിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പുതിയ പോണ പുല്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത ആളെ നോക്ക്. ഞാൻ നോക്കി. അപ്പം വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. അനു അങ്ങനെ പറഞ്ഞ സ്ഥിതി അല്ല, വേറൊന്നുമല്ല. മോൾ വാ. നീ വേണ്ട മോൾ. അല്ല അങ്ങനെ കാര്യം ക്ലിയർ ചെയ്യാ. അനു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ വിഷമം ഞാൻ മാറ്റിത്തരും. എനിക്ക് വേണ്ട. രണ്ടടി എട്ടിയാലും കുഴപ്പമില്ല. ശരി. അപ്പൊ ഇന്നത്തെ സ്റ്റാർ മാജിക്കിൽ എനിക്ക് തോന്നുന്നു തങ്കുവിന്റെ മനസ്സിൽ എന്തൊക്കെയോ ലഡ്ഡു ഒക്കെ ഉണ്ട്. അതെങ്ങനെയാണ്, മനസ്സിൽ ലഡ്ഡു പൊട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. സോ വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു വിത്ത് സ്റ്റാർ മാജിക്. ഇനി പവർ കൂടാണ്. വി വെൽക്കം യു ചേച്ചി, പ്ലീസ്. സ്പീഡിന് പോ. ഇപ്പോഴും കരിപ്പട്ടിയുടെ കച്ചവടം തന്നെ തന്നെയല്ലേ? സ്പീഡിന് പോണം. ആ വണ്ടി നെട്ടിക്കുന്നു കേട്ടാ. അന്റെ ഫ്രണ്ടിൽ ഓവർടേക്ക്. അച്ഛൻ ചാരായ കുട്ടിക്ക് എന്നെ പോണത്. ആ വണ്ടി ഓവർടേക്ക്. സൈഡ് കൊള്ളാം. സൈഡും കൊള്ളത്തില്ല, നേരെ നോക്കിയിട്ടും കൊള്ളില്ല. ഞാൻ അങ്ങനെ സൈഡ് നോക്കാറില്ല. റിങ്കു, എന്താ സച്ചിൻ? സത്യത്തിൽ നിനക്ക് എന്നോട് പ്രണയമുണ്ടോ? അതങ്ങനെ ചോദിച്ചേ? അല്ല, 6 മാസം കൊണ്ട് എനിക്ക് നിന്നോടത്ത് പ്രേമലു. സച്ചിൻ എന്തിനാ കാർ ചെയ്യുന്ന സമയം മുതൽ ഈ എല്ലാത്തിനും ലൂ ചേർത്ത് സംസാരിക്കുന്നത്? അല്ല, പ്രേമലു ഇപ്പൊ ഹിറ്റല്ലേ? അപ്പൊ ലുലുവിന് പോലും ടിക്കറ്റ് കിട്ടില്ലല്ലോ. ഹലോ രാത്രി ഓ തമാശലു. മനസ്സിലായല്ലോ? എന്താ മാമല്ലു? എന്താ പേരെന്ന് പറഞ്ഞ? സച്ചിൻ. സച്ചിൻ. പക്ഷെ ആ പേര് മാറ്റണം, ലെജൻഡ് ശരവണൻ എന്നാക്കണം. അതാണ് മാച്ചിങ്. ഞങ്ങള് തുടങ്ങട്ടില്ലോ, ഞങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കട്ടില്ലോ. ഇതാരാ? നിങ്ങൾ ആരെ കാണിക്കാനും ഉദ്ദേശിക്കണമെന്ന് പറയും. ഇത് പിന്നെ നസ്ലിൻ, പ്രേമലുകുല നായകൻ നസ്ലിൻ. ഇത് നസ്ലിൻ നല്ലത്. നമ്മൾ ഈ നസ്യത്തിന് ഉപയോഗിക്കുമ്പോ പുഹയ്ക്കാൻ ഒരു തടി എടുക്കത്തില്ലേ, അതാണ് സാമ്രാട്ട്. അല്ലല്ല, ഓക്കെ. ഇതിന് നസ്ലിനാണെന്ന് പറയുന്നു. നിങ്ങളുടെ ആഗ്രഹം ഇതാരാ? അതിലെ നായിക റിങ്കു. അതെ നായിക മമത ബൈജു. അതെ. എറിഞ്ഞു ഞാൻ അതിന് വേണ്ടി അത് ആ ക്യാരക്ടർ ആവാൻ വേണ്ടി ഞാൻ 5 കിലോ കുറച്ചു. ഞങ്ങൾ തുടങ്ങട്ടല്ലോ. ലെജൻഡ് എന്നാ തുടങ്ങിയാട്ടോ. ലെജൻഡ് എങ്ങനെയുണ്ടല്ലോ തുടക്കം? എങ്ങനെയുണ്ടല്ലോ? സൂപ്പർ ലൂ. സൂപ്പർ ഗ്ലൂ.
എന്താ ആദി? സിംഗിൾ എന്ത്? ഒറ്റയ്ക്കാണ് കാർ ഓടിച്ചിട്ട് വന്നത്? അല്ല, എന്റെ കൂടെ സച്ചിൻ ഉണ്ട്. ക്രിക്കറ്റ് കളിക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കറാ? ക്രിക്കറ്റ് കളിക്കാൻ സച്ചിൻ ടെണ്ടുൽക്കർ അല്ല, തലയ്ക്ക് കിറുക്കുള്ള സച്ചിൻ എന്റെ കൂടെ ഉണ്ട്. എവിടെ ആളോടെ കണ്ടില്ലേ? സച്ചിനെ കണ്ടില്ലേ? No. ഇവിടെ ഉണ്ട്. എവിടെ? കണ്ടില്ല? ഇവിടെ ഉള്ള ആളൊന്നും മിണ്ടാവോ? ദേ ഇവിടെ ഉണ്ട്. കണ്ടില്ല? ഇവിടെ ആളുണ്ടായിരുന്നോ? ഇവിടെ ഉണ്ട്. കണ്ടില്ല? ഇതാണ് സച്ചി. ആ. ഇത് എച്ചിയാണല്ലോ. ആദി, ഈ ബ്ലഡി ഫൂളിന്റെ കൂടെയാണോ ഇത്ര നേരം യാത്ര ചെയ്തത്? അതിപ്പോ എന്താ അങ്ങനെ സച്ചിൻ അങ്ങനെയൊന്നും പറയല്ലേ? നിനക്ക് ഇതിനോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇവൻ എന്തിനാ പിന്നെ കുണുവാവാന്ന് വിളിക്കുന്നത്? അത് പറഞ്ഞുതരാം. നിന്നെ വീട്ടിൽ വാവെന്നല്ലേ വിളിക്കുന്ന, അപ്പൊ ഞാൻ ഒരു കുണു ചേർത്തതാണ്. നീ ഇങ്ങനെ കുണുകുണാന്ന് വർത്താനം പറയാതെ മറിക്കടാ. അത് മാത്രമല്ല, ഇവനെ കുണുവും മണാളി വെച്ചാണ് പ്രസവിച്ചത്. അന്നിന്റെ പെർഫോമൻസ് എന്തോണ്ടെന്ന് പറഞ്ഞു? ആ ഉണ്ട്. ഇന്ന് എന്റെ പെർഫോമൻസ്. എന്ത് പെർഫോമൻസ്? യാ 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 യാ. ഇവള് യാന്ന് കളിക്കും, ഇത് കാണുന്നവർ അയ്യേ നാക്കും. നീ ഈ പാട്ട് സെലക്ട് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. എന്ത് പറ്റി? അതുകൊണ്ട് ഞാൻ ഈ കോസ്റ്റ്യൂം സെലക്ട് ചെയ്തത്. എനിക്ക് വയ്യ. അതിനൊരു കാര്യം. ഇത് തമിഴ് നടൻ മയിൽവർണ്ണാണോ? അല്ല, മയിൽപീലിയൊക്കെ കുത്തി നിൽക്കുന്നത് അതുകൊണ്ട് ചോദിച്ചു. ഹലോ മയിൽവർണ്ണൻ. എന്റെ പേര് ആദി. ഈ സ്കിറ്റ് തീരുന്നിടം വരെ ഞങ്ങൾക്ക് കാണിപ്പോ ആദി. നിങ്ങൾ കാണാൻ പോകുന്നത് ദേവരാഗം 2. ദേവരാഗം 2 തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇതാണ് ദേവരാഗം 2. ദേവരാഗം 2 ശ്രദ്ധിക്കുക. ഇത് അരവിന്ദ് സ്വാമി, ഇത് ശ്രീദേവി, അത് മൂദേവി.
ഇത് ദേവരാഗമല്ല, ഇത് ലോകത്തോ രോഗമാണിത് നിൽക്കുന്നത്. ഇല്ല, അത് കറക്റ്റ് അല്ലല്ലോ. ഈ ജോഡി എങ്ങനെയുണ്ട്? അരവിന്ദ് സ്വാമിയും ശ്രീദേവിയും എങ്ങനെയുണ്ട്? മിഥുൻ ചക്രവർത്തിയായിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ പറയട്ടെ, ചക്രവർത്തിയാണല്ലോ. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്യൂട്ട് അല്ല, ക്യൂട്ടല്ല, ഇത് മയിലാട്ടക്കാരനും മൂദേവി. അരവിന്ദ് സ്വാമി വന്നേക്കണ ലാടൻ. മക്കളെ, ശ്രീദേവി എങ്ങനെയുണ്ട്? ശ്രീദേവി ഈ അരവിന്ദ് സ്വാമിയായിട്ടുള്ള കോംബോ എങ്ങനെയുണ്ട് ശ്രീദേവി? എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്താ ഇഷ്ടപ്പെടാൻ കാരണം? എനിക്കിത് അങ്കുവിന് ഇഷ്ടമുള്ളതുകൊണ്ട്. ശരി. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. കല്യാണം കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഉടനെ ഗുണാക്കവിൽ കൊണ്ടുപോകും. എവിടെ കൊണ്ടുപോകും? ഗുണാക്കവ്. ഗുണാക്കവ്. ഒരു ഗുണമില്ലാത്ത ഇവനാണ് നിന്നെ ഗുണാക്കേവ് കൊണ്ടുപോണത്. നിനക്ക് എന്റെ ഗുണാക്കേവ് കാണണോ ഇവന്റെ ഗുണാക്കേവ് കാണണോ? എനിക്ക് ആരെയും കൊണാക്കെ കാണണ്ട. ഞാൻ നിന്നെ ഗുണാക്കവ്. എന്റെ കൂടെ വന്ന് ഗുണാക്കേവ് കണ്ടാ മതി. എന്താ ജേക്കെ? ജേക്ക് എന്ന് പറഞ്ഞാൽ ജീവിതം കൊഞ്ഞാട്ട. അതാണ് അങ്ങനെയാണെങ്കിൽ നീ NB ആണ്. NB നിന്ന് പുഴുക്കുന്നവൻ. ഞാൻ തന്നെ ഗുണാക്കേവ് കൊണ്ടുപോകും. എന്നെ ആരോടത്തും കൊണ്ടുപോകണ്ട. കുറച്ചു ദിവസം മുമ്പേ എന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് ഞാൻ ഒരു ബിയറിന്റെ കുപ്പി എടുത്ത് ഞാൻ താഴെ എറിഞ്ഞു. അത് ആരുടെ തലയിൽ പോയി വീണു. അയാളെ ഞാൻ കല്യാണം കഴിക്കും. അത് വാറ്റായിരിക്കും. കാരണം എക്സൈസ് വന്നപ്പോ അടുക്കള വഴി കുപ്പിയിലെ വാറ്റെടുത്ത് ബാക്കിലോട്ട് എറിഞ്ഞേക്കും. അത് ബിയർ കുപ്പിയല്ല, അത് വാറ്റിന്റെ കുപ്പിയാണ്. ബിയറും കുപ്പിയാണ് എറിഞ്ഞിരിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ തന്നെ വിവാഹം കഴിക്കും. അവിടെ പൊളിഞ്ഞ് എന്ത്? ആ ബിയർ കുപ്പി നിന്റെ തലയിൽ വീണെങ്കിലേ അതിന്റെ ഇതില്ലല്ലോ, ചോരയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വീണ്ടും പൊളിഞ്ഞു. അപ്പൊ ആ ബിയർ കുപ്പി എന്റെ മുതുകത്ത് ഒന്ന് അടിച്ചിട്ടാണ് നിന്റെ തലയിലൊന്ന് അടിച്ചത്. അങ്ങനെ പാട് കണ്ട നിന്റെ അപ്പുറത്ത് നിനക്ക് ഇനി എന്തോന്ന് പാട് വേണോടാ? കണ്ട കുളന്ന് 16 തയ്യലും ഉണ്ട്. എന്നൊരു തയ്യൽക്കട തുടങ്ങാൻ വളർന്നോ? നിങ്ങൾ ആരെങ്കിലും ഒരാളെ കെട്ടണമെന്ന് നിർബന്ധമല്ലേ? എന്താണെങ്കിലും ഞാനേ കെട്ടോളൂ. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. ആ ബിയർ കുപ്പി എറിയുന്നതിന് പകരം പൊട്ടിച്ച് പള്ള കയറ്റിയാൽ ഒരുത്തനെ കെട്ടായിരുന്നു. അല്ലല്ല, എന്തായിരുന്നാലും അവൾ എന്നെ കെട്ടും. ഇല്ല, ഞാനേ കെട്ടോളൂ. സച്ചിൻ, ആദി, നിങ്ങൾ തമ്മിൽ അടി വേണ്ട. ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഞാന് ടെറസിന്റെ മുകളിൽ നിന്ന് ബിയററിയും. അന്നേരം ഞാൻ കൊണ്ട് തല വെക്കും. ഞാൻ തന്നെ നിന്നെ കെട്ടുകയും ചെയ്യും. എന്നാലും നീ കെട്ടില്ല. ഞാനേ കെട്ടും. ബിയർ കുപ്പിയല്ല ഞാൻ അറിയാൻ പോകുന്നത്. ഞാൻ ഗ്യാസും കുറ്റിയെ അറിയാൻ പോകുന്നത്. അത് ആരുടെ തലയിലാണോ അതൊന്ന് വീഴുന്നത് അയാളെ ഞാൻ കല്യാണം കഴിക്കൂ. എന്നാലും ഞാനേ കെട്ടു. അതെങ്ങനെ? ആ ഗ്യാസ് കുറ്റി താഴേക്ക് വരുമ്പോൾ ഞാൻ തല വെച്ച് കൊടുക്കും. അങ്ങനെ ഞാൻ കെട്ടും. ഇല്ല, ഞാൻ അറിഞ്ഞത് സംവിധായകൻ ഇങ്ങോട്ട് ബോംബ് എറിയാനുള്ള സാധ്യത. അതുകൊണ്ട് ജീവനും കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഗ്യാസ് കുറ്റി നിന്റെ തല വീഴുമ്പോ നീ കെട്ടുമല്ലേ? അതെ, ഞാൻ കെട്ടും. നീ കെട്ടൂലടാ. പിന്നെ നാട്ടുകാർ നിന്നെ കെട്ടും. അതെങ്ങനെ? ഇങ്ങനൊരു കെട്ടും കെട്ടി മൂക്കിൽ 2 പഞ്ഞും വെക്കും. അതുകൊണ്ട് നീ തന്നെ സ്വന്തമാറ്റി കെട്ടിക്കോ. വണ്ടിയുടെ മുമ്പ് ഒരു പട്ടി കുറുക്കാൻ ചാടി. പോണില്ലേ? അവളവിടെ കിടക്ക്, നമുക്കൊരു ആട്ടം ഓടിച്ചു പോവാം. സൂപ്പർ. സ്കിറ്റ് കഴിഞ്ഞ് എന്താ പറഞ്ഞേ? സൂപ്പർന്ന്. ഇതും അങ്ങനെ നമ്മുടെ സ്റ്റാർ മാജിക് ടീമിന്റെ ഒരു പ്രേംലു വേർഷൻ ആണ് കേട്ടോ കണ്ടത്. ഒരു ഡിഫറെന്റ് പ്രേംലു വേർഷൻ. സത്യത്തിൽ ഇത് പ്രേമലുമല്ല, ഇത് പുഴുക്കലുമാണ്. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാസ്റ്റിംഗ് ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിരുന്നു ഈ ഒരു പെർഫോമൻസ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സുസ്മിത നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ ഞാനാ വരവ് എൻട്രി നല്ല പഞ്ചായിരുന്നു. അതായിരുന്നു ഈ സ്കിറ്റിലെ ഏറ്റവും മികച്ച ട്വിസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ കൊള്ളില്ല കുതിരക്കാരൻ. മാറിയിരിക്കാൻ കേട്ടോ. നീ നന്നായിട്ട് വർക്കൗട്ടായി. അതെന്ത് ഉല്ലാസേട്ട ആ രീതിയിൽ സംസാരിച്ചത്? എന്താണ് അവള് വന്നപ്പോ മാറിയെന്ന് പറഞ്ഞതിന്? അല്ല, നമ്മള് ഒരു നല്ല കാര്യം പറയുന്നതിനിടയ്ക്ക് അതിനിടയ്ക്ക് അളിഞ്ഞു കയറി പറയേണ്ട കാര്യം എന്ത്? മാറിക്ക് അങ്ങ് ആ മൂല ചെന്നില്ലേ? അനുവിനെ നിങ്ങൾ എത്ര തളർത്താൻ നോക്കിയാലും ഞാൻ പറയും സുസ്മിതയാണ് സൂപ്പർ. മേനക ചേച്ചി,
എങ്ങനെ ഉണ്ടായിരുന്നു? പ്രേംലു കണ്ടിരുന്നോ? കണ്ടിരുന്നു പ്രേംലുവിന്റെ സ്റ്റാർ മാജിക് വേർഷൻ ആണ് നമ്മളിവിടെ ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു ഓൾ ടോട്ടൽ? എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ മൂദേവിയേക്കാൾ ശ്രീദേവി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ 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 താങ്കളെ ഉദ്ദേശിച്ച താങ്കൾ സത്യം അനുവിന്റെ പെർഫോമൻസ് അത് അനുവാണെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഒരു ക്യാരക്ടറായില്ല, കാസ്റ്റിംഗിലേക്ക് മാറിയില്ല. മാറിയില്ല. അല്ല എങ്ങനെ ക്യാരറ്റ് ആവും? കിഴങ്ങാറ്റിരിക്കുമ്പോ അത് ഒരാൾക്ക് രണ്ട് വിഭവം ആവാൻ പറ്റില്ല. കാസ്റ്റിംഗ് വളരെ മോശമായി പോയി. നമ്മൾ ഗേൾസിനോട് ചോദിച്ചില്ലല്ലോ, നമ്മൾ ശരിക്കും പറയണം. അനു വാസ് വെരി ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു. പക്ഷെ എന്നാലും സുസ്മിത സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ? ഡയറക്ടർ സാർ എങ്ങനെ ഉണ്ടായിരുന്നു സാർ? അപ്പൊ തല്ലിയെന്നല്ലോടി. കിറ്റ് ഒന്നുകൂടി എടുക്കണമായിരുന്നു. അനുവിന്റെ മോശം മാത്രം. ഞാൻ എന്റെ അടുത്ത് ഉണ്ടാവുന്നു. അതുപോലെ ഒന്നും നിനക്ക് ലുക്കൊന്നുമില്ലടി. ഹലോ സൈഡിൽ വളക്കച്ചവടം. ഹലോ അരിവന്ദസ്വാമി. എന്തിനാ എന്നോട് എങ്ങനെ അരിവന്ദസ്വാമി ഹലോ പറയൂ? ഇടയ്ക്കിടയ്ക്ക് അരവിന്ദ് സ്വാമി സത്യം മാസ്റ്റർ ആവുന്നു. പല അരവിന്ദസ്വാമി അല്ല ഇത് അരിവന്ദസ്വാമിയാണ്. സുസ്മിതയെ കാണാനായിട്ട് ഭാമയുടെ ഒരു ഓലക്കുഴൽ വേളി ഒരു ചെറിയൊരു ചായല്ലേ? ഇനി ഞാൻ അതുകൂടെ കളിക്കണമായിരിക്കും. കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാൻ വേണമെങ്കിൽ ബാക്ക് ഡാൻസേഴ്സ് ആവാം. ബ്രേക്ക് ഡാൻസ്, നീ ബാർ ഡാൻസിലേക്ക് പോകും.
പ്രിയരെ, നിങ്ങൾ ഇതുവരെ പാർത്തുകൊണ്ടിരുന്നത് സത്യവിരുദ്ധ കുന്തളിപ്പ്. സ്കിറ്റ് കഴിഞ്ഞോ? ഞങ്ങളെന്നാ പോയിക്കോട്ടെ ഇവിടെ നിന്ന് പുഴുങ്ങാതെ. അല്ല, സ്കിറ്റ് കഴിഞ്ഞോ? കഴിഞ്ഞു. അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് ഉമ്മ തന്നു ഈ മനുഷ്യൻ. സുഷ്മിത കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് അനുവിനെ ഒരു ഉമ്മ വെച്ചത്. അതെ ഇത് അപ്പൊ അനു ഷോക്കായി പോയി. ഒരു ആ പിന്നെ തുരുമ്പ് വന്നു കൊണ്ട് കഴിഞ്ഞാൽ ഷോക്കാവൂലേ? എന്തായാലും ഇത്രേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവിടെ പലതും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം കേട്ടോ. എന്തായാലും ഇവരുടെ ഒരു പെർഫോമൻസിന് ഒരു വലിയ കൈഡി. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പ്രാർത്ഥനയാണോ? ഇന്നത്തെ കാര്യം ഉണ്ടെങ്കിൽ വരണം തന്നെ. പൊക്കോ. ഇയാളെ മാറ്റോ, ഇയാള് താളമില്ല. ഈ നാടകം കഴിഞ്ഞെങ്കിൽ എന്നാ ഞാൻ ഗെയിം അതെ, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഞാൻ ഇതിന്റെ ട്രെയിനറാണ്. അപ്പൊ ഇദ്ദേഹം അപലക്ഷണമായിട്ട്, അതായത് അവതാളം കളിച്ചപ്പോ ഞാൻ ഇവരെ ഇടപെട്ട് അത് ചളവാക്കി. അത്ര അതാണ് പോയിന്റ് അല്ലേ? ഓക്കെ. ആ മൂന്നാമത്തെ കുട്ടിയുടെ കോച്ചെങ്ങനെയുണ്ട്? അവിടെ മൂന്നാമത്തെ ലൈനിൽ നിൽക്കുന്നു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ കൊച്ചിന്റെ കോച്ച് എന്താന്ന് ചോദിച്ചാൽ ആ കൊച്ചിന്റെ പെർഫോമൻസ് താങ്കൾ എന്താണ് ആ കുട്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നാണ് ചോദിക്കുന്നത്. നല്ലതാണ്, സൂപ്പറാണ്. താളബോധം നിനക്കെന്താ ഇപ്പൊ? അല്ല അങ്ങനെയല്ല, ഈ താളബോധം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഉണ്ടല്ലോ. ഈ താളം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇത് താളോട്ടത്തിലേക്കാണ് പോണേ. ഓളമാണ് ഇവിടെ. അപ്പോ സ്റ്റാർ മാജിക്കിൽ നമ്മളൊരു ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് പൊറോട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നാടകമാണ് ഇവിടെ കണ്ടത്. പൊറോട്ട നാടകം. സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഹെഡോ കിക്കോ. കിക്കാണെങ്കിൽ ഉല്ലാസമായിരിക്കും കിക്ക്. നമുക്ക് ട്രെയിനോ കിക്കോ ആക്കിയാലോ? കാരണം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പുള്ളി കിക്കാവാറുണ്ട്. അതുകൊണ്ട് ട്രെയിനോ കിക്കോ എന്നാ പറയൂ. സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പറയൂ. എന്താ പറയണ്ടത്? സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് സ്റ്റാർ മാജിക്കിലെ മൂവിംഗ് ഓൺ ടു ദ ഗെയിം മൂവിംഗ് ഓൺ ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് അല്ല, ഈ എപ്പിസോഡിന്റെ അടിയിലേ പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെക്കണം. ആൾക്കാർ വിചാരിക്കും പനാമ സീർട്ട് അവിടെ കൊണ്ട് നാട്ടി വെച്ചേക്കും. പക്ഷെ ഇത് ആരോ കത്തിച്ചിട്ടുണ്ട് ഈ പനാമ സീർട്ട്. ചില അസ്ഥാനത്തുള്ള കൗണ്ടർ കേട്ടിട്ട് കത്തിച്ചിട്ട് കുത്തിക്കടിച്ച് വെച്ചേക്കാണ്. ഞാനെന്താ പറയണ്ടേ? മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് പറഞ്ഞ പേരും മൂവിംഗ് ഓൺ ദ ഗെയിം. മൂവിംഗ് ഓൺ ദ ഗെയിം ട്രെയിനോ കിക്കോ. ഈ എപ്പിസോഡ് സാക്ഷരതാ ക്ലാസ് ആണോ? അപ്പോൾ സ്റ്റാർ മാജിക്കിൽ നമ്മളിനി പോകാൻ പോണ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡോ കിക്കോ എന്നാണ് ഈ ഒരു ഗെയിമിന്റെ പേര്. 2 ടീമും ഒരുമിച്ചായിരിക്കും ഗെയിം കളിക്കുക കേട്ടോ. ഓക്കെ, അതായത് ഒരു ടീമിൽ നിന്ന് ടോട്ടൽ 4 പേരുണ്ടായിരിക്കും. 3 ആൾക്കാർ നമ്മൾ ഈ റിങ്ങ റോസസ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കോർത്ത് പിടിക്കില്ലേ, ജസ്റ്റ് ഒരു ചെയിൻ പോലെ ഒരു സർക്കിൾ പോലെ അവർ ക്രിയേറ്റ് ചെയ്യും. 4ാമത്തെ ആള് ഒരു ബോൾ അവർക്ക് തട്ടിയിട്ട് കൊടുക്കും. ഹെഡോ കിക്ക്. തുമ്മിയപ്പോ അറിയാതെ വിസിൽ വായിരുന്നതാണ്. അപ്പോ ഈ ഗെയിം എങ്ങനെയാന്ന് പറഞ്ഞാൽ 4ാമത്തെ ആള് ഈ ഒരു ബലൂൺ ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കുന്നു. ബാക്കി ഇത് ഹെഡിൽ നമ്മളിങ്ങനെ കിക്ക് ചെയ്ത് 3 പേരും ലൈക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ എത്തുമ്പോൾ ഏതെങ്കിലും ഒരാൾ അത് ജസ്റ്റ് ഇതുപോലെ തന്നെ ഹെഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു നീഡിലേക്ക് അത് പൊട്ടിക്കണം. ഒരു ബലൂൺ പൊട്ടിക്കണം. 2 ടീമും ഒരുമിച്ചായിരിക്കും. അപ്പൊ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിരിക്കും കേട്ടോ. അങ്ങനെ വേണം പോയിന്റ് വരിക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈകൊണ്ട് തട്ടാട്ടോ, നോ പ്രോബ്ലം. ചേച്ചി, ഇവർക്ക് ഇന്ന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താ? ഉപദേശം കൊടുത്ത കേൾക്കുന്നവർക്ക് വേണ്ടേ കൊടുക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആഹാ, നല്ല ഇംപ്രഷൻ. ഇതൊന്നും ഞാൻ പറഞ്ഞത് ഇപ്പൊ ചേച്ചി. നല്ല അച്ചടക്കമുള്ള പിള്ളേരല്ലേ ഇവരെല്ലാവരും. അയ്യോ, എല്ലാരും അടിക്കുന്ന കോമഡി നമുക്ക് നിലവാരമില്ലാത്ത കോമഡികൾ അടിക്കണം. തന്നെ ഞാൻ പെട്ടുപോകുന്നു. നീയാണ് ആദ്യം.
തല എങ്ങനെ ഉണ്ട് അങ്ങനെയല്ല വാല്. അതെനിക്ക് ഇഷ്ടം. സമാധാനമെങ്കിൽ വന്നിരിക്കാം. ഈ കണ്ണെന്തേലും കുഴപ്പമോ? കണ്ണല്ല അത് മുഖത്ത് നോക്കി പറയൂ, എന്താ അറിയണ്ടേ? എന്റെ സുസ്മിതയെ കുറിച്ച് ആരുടെ സുസ്മിത? പിന്നെ നമ്മുടെ ഞാൻ വിളിക്കാം, എന്തേലും പറയാനുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. സുസ്മിത എവിടെ? സുസ്മിത എവിടെ? ഇവിടെ ആ നമ്മളൊരു ടീമിനാണല്ലോ. ഇവ കൊച്ചന്റെ വീട്ടിലൊരു കൊതുകിരി കത്തിച്ച് വെച്ചാലുണ്ട്. എന്തായാലും ആ ഒരു ക്ലാസ് കൊതുകുതിരി കോമഡിക്ക് ശേഷം നമ്മൾ ഇനി ഗെയിമിലേക്ക് എന്തെങ്കിലും പറയാനു? കരയല്ലേ. അനുവിന്റെ മനസ്സിലുള്ള ഇമോഷൻസ് എന്താണ്? എനിക്ക് ഇമോഷൻസ് ഒന്നുമില്ല ചേച്ചി, എനിക്ക് അമീന്റെ അടുത്തൊന്ന് സംസാരിക്കണം. അമീൻ, നിങ്ങൾ ഭയങ്കര മാച്ച് ആണല്ലോ. അത് ഞാനും അതെ. അമീൻ നമുക്ക് പാട്ടില്ല, ബാക്കി എല്ലാവർക്കും പാട്ട്. അതൊക്കെ സാരമില്ല, നമുക്ക് ഇനി സമയം ഉണ്ടല്ലോ. ഇനി നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോ. അടുത്തിരിക്കുമ്പോ ചില കാട്ടുമാക്കന്മാരൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കും, അതിൽ നിന്നും വീഴരുത് കേട്ടോ. നന്നായിട്ട് കളിക്കാം. ഈ കലാരൂപത്തിൽ തളരരുത്, ഒന്നും കേട്ട് തളരരുത്. നിനക്ക് ആരില്ലെങ്കിലും ഞാനുണ്ട്. എന്റെ അമ്മി. നീ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ തളരുവോ? പാട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നല്ലേ? ആ, ആഗ്രഹിക്കുന്നുണ്ട്. പ്ലീസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാ. നടക്കട്ടെ അല്ല നടക്കട്ടെ. അവര് നടക്കാൻ ഇറങ്ങിയല്ല ഇന്ന്. അനുവിനുള്ള ആ പാട്ടൊന്ന് ഇട്ട് കൊടുക്കോ? എനിക്കിന്റെ മക്കളെ എനിക്കിനി ചത്താനും വേണ്ടില്ല. സുന്ദരിയേവാ. അമീനാണ് വേടൻ. നേരത്തെ സെലക്ട് വെച്ചായിരുന്ന ലക്ഷ്മി, എനിക്കൊരു സംശയം. ചുമ്മാ അനുവിനെ ഇവിടുത്തെ ഡയറക്ടർ മനഃപൂർവ്വം കളിയാക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, അനുവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോവാ. അനു പാട്ട് വേണമെന്ന് പറഞ്ഞു. അനുവിനുള്ള പാട്ടിട്ടോളൂ. തോറ്റ ടീമിനല്ല കാണിക്കണ്ടേ, ജയിച്ച ടീമിനാ. അവിടെ ചെന്നിരി. അന്നെന്റെ കരളിൽ ഒരു കൂടൊരുക്കിയിലേ, നീലമിഴി കോണുകളിൽ കവിത കണ്ടില്ലേ. നിന്നെയാണ് കാണാൻ ഉദ്ദേശിച്ചത്. അത് നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവരങ്ങനെ പറയുന്നതാണ്, അതാണ് ഇപ്പൊ പ്രശ്നം. ഫൗൾ. ഈ പാഴ്വേല എപ്പോ തീരും? ഇവന്റെ പോക്കറ്റ് കാലിയാകുമ്പോ ഇത് തീരും. രാവിലെ തൊട്ട് നീ നിന്ന് ചെയ്യുവാണ്. ഒന്നി നിനക്കൊരു ഉളുപ്പ് വേണം, അല്ലെങ്കിൽ ഇവനൊരു ഉളുപ്പ് വേണം. എനിക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. നിന്ന് പുഴുത്തോളൂ. ആർക്കും നഷ്ടം? നിന്ന് പുഴുത്തോളൂ. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ തകർക്കാൻ പാടില്ല. അതെ. അപ്പൊ നിങ്ങൾ തോറ്റ പിന്മാറി പാട്ട്? അല്ല സാരമില്ല, കുഴപ്പമില്ല. അനുരാഗവിലോചനായി അനുവിന്റെ ഒരു വിദ്യേ. ഹാപ്പി അല്ലേ അനു? കൊച്ചിനമ്പി പോയാ ഒന്നും ചമ്മിയില്ല, ഞാൻ ഹാപ്പിയാണ്. ഇങ്ങനെ വേണം സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അനുവിനൊരു വലിയ കൈഡി കൊടുക്കും. നമ്മളെ തകർക്കാൻ വേണ്ടി പലരും പലതും കാണിക്കും, അതിലൊന്നും ഞങ്ങൾ വീഴത്തില്ല. ചുമ്മാ തങ്കച്ചനും സുഷ്മിതയും കൂടി ചുമ്മാ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതിന് നിങ്ങൾ കാണിച്ചാണ് നന്നായിരുന്നു കേട്ടോ. എനിക്ക് അതാണ് ഭയങ്കര രസമായിരുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു. അടിപൊളി. ഏത് പാട്ടിട്ടാലും ഓക്കെ. ആർത്തി 100 കലം വെള്ളം കൂടെ തരണം ഞങ്ങൾ കുടിക്കാൻ. സുസ്മിത ആയാലും ശരി, നമ്മളെ ജയിക്കുള്ളൂ. സോറി കേട്ടോ, എനിക്ക് നിന്റെ വൈരാഗ്യൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ സൂക്ഷിക്കുക കേട്ടാ എന്റെ പൊന്നും. അനു, ഇതൊരു വാശിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ജയിക്കും. ഞങ്ങൾ ജയിക്കും. ഇതിന് ഞങ്ങളെ ജയിച്ചു കഴിഞ്ഞാ സുസ്മിത കളഞ്ഞിട്ട് എന്റെ അടുത്ത് വരണം. അനു, ചക്കച്ചോള കളഞ്ഞിട്ട് ആരെങ്കിലും ചക്ക ചവടിയിൽ വരുമോ? അത് ചക്കച്ചോളേക്കാൾ നല്ല ടേസ്റ്റ് ആണ് ചക്കച്ചോള. അലവലാതി എന്റെ കുടുംബത്തിൽ വന്ന് ജനിച്ചല്ലോ. ആണക്കേട് പറയുന്നു. അവള് സമ്മതിക്കോ? നീ സമ്മതിക്കോ? നിനക്ക് ഈ പകുതി കടത്തിയ പനാമയെ കിട്ടിയുള്ളൂ. ഓക്കേണാ? ഓക്കെ. ഞങ്ങൾ ഗെയിമിൽ കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ
ചാട്ടവാറിന് നിനക്ക് 5 അടി. നമ്മുടെ ടീമിൽ എല്ലാം കിഴങ്ങുകളാണ്. എടി ഞാനില്ലട്ടാ കിഴങ്ങില്ലേ. അല്ല അതാരാ ഉദ്ദേശിച്ചത്? എല്ലാവരും കിഴങ്ങെത്തികളാ. ഒന്നും ഗെയിം നീ കളിക്കും. അതാരും ഉദ്ദേശിച്ചാ പറഞ്ഞത്? അവനെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? മരിച്ചിന് കിഴങ്ങ് പോയിട്ട് അതുതന്നെ ഒരാൾക്ക് നടക്കാൻ വയ്യ, ഒരാൾക്ക് വയറ് പൊക്കിക്കൊണ്ട് വരാൻ. ആര് ഗെയിം കളിച്ചില്ലെങ്കിൽ ഞാൻ നന്നായിട്ട് കളിക്കും. ഓക്കെ തങ്കത്തിന് കൈ തരട്ടാ. എന്താണ്? ഓക്കെ നീ പോയി രക്ഷപ്പെടാ. നിനക്ക് ഇപ്പോഴാണ് ബുദ്ധി ഉദിച്ചത് കേട്ടാ. എഡോക്കിക്കോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഇവിടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അടുത്തെടുക്ക്. പതുക്കെ തട്ടിയാ മതിയാ എന്റെ അളിയാ. അത് പോയി. ഓക്കെ മരം കൊത്തിവിടെ ഒരു മരം കൊത്തിവിടെ ലാഘവത്തോടു കൂടി ബിനീഷ് ബാസ്റ്റിൻ. പയ്യ അങ്ങനെ വാ. ഓ ഒരാൾക്ക് 2 ടച്ച് കൊടുക്കാം കേട്ടോ. 2 തവണ തട്ടാമേ. കേട്ടോ വേന ഒരാൾക്ക് അയ്യോ വളഞ്ഞ് വില്ലു പോലെയാവാണല്ലോ. വില്ലത്തി One point ഞങ്ങൾ നേടിയിരിക്കുകയാണ്. ആമീൻ. വളരെ ആവേശജലമായ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പോയി. അതാ ഇവിടെ 3 പാഴുകൾ പാഴ്വേലയ്ക്ക് തുടക്കമിടുന്നു. പാഴുകൾ പതുക്കെ മൃദുല. ദൈവമേ, നിങ്ങളിത് കാണുക. അപ്പുറത്തെ ടീമിൽ നിന്നും വാശി പിടിച്ച ക്യാപ്റ്റൻ അനു, ഡിങ്കന്റെ സഹോദരൻ ജിത്തു. പോയ. വെരി ഗുഡ്. ആ മഹത്തായ കളിക്കാരന്റെ ടീഷർട്ട് എടുത്തിട്ട് കെട്ടി. മുന്നോട്ട് വെച്ചാലും മുന്നോട്ട് വെക്കല്ലേ. ഞങ്ങളുടെ ടീമിൽ ഒരൊറ്റയാണ് നന്നായിട്ട് കളിക്കുന്നതില്ല. എല്ലാം നല്ലോണം കളിക്കുന്ന ടീമൊക്കെ എല്ലാം അപ്പുറത്താ പോയി. അത് നല്ലവണ്ണം കളിക്കണം. അടുത്ത റൗണ്ട് ഉണ്ടോ? വേണോ? വേണം. ഈ വയറിനെ ഇറക്കാം. ഞാൻ ബലൂൺ തരാം. ഇപ്പോഴത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനയുടെ ടീം സ്കോർ ചെയ്തിട്ടുള്ളത് 4 points ആണ്. അങ്ങനെയാണെങ്കിൽ അനു ഒരു റൗണ്ടും കൂടെ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അടുത്തൊരു റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഗെയിം കളിക്കാതെ ഇരിക്കുന്ന ടീം മെമ്പേഴ്സ് എല്ലാവരും ഗെയിം കളിക്കണം. ആൻഡ് വെൽ പ്ലേഡ്. ഇവർക്കൊരു വലിയ കൈഡി കൊടുക്കണം കേട്ടോ. ബ്രില്യന്റ് പ്ലേ ആയിരുന്നു. ഈ ഗെയിമിന് പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കൈയോ കാലോ ഹെഡോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് കിക്ക് ചെയ്യാം. ലാസ്റ്റ് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഒരു ടീം മാത്രമേ അതിങ്ങനെ അടിച്ച് ആ നീഡിലേക്ക് തൊട്ട് അത് പൊട്ടിക്കാൻ പാടുള്ളൂ. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1.
നിങ്ങൾ കൈവിട്ട് പോകുന്ന എന്തിനു? കൈവിട്ട് പോണ കേസായി പോരും. അയ്യോ, ഇതാ. ആ ബോക്സിൽ നിൽക്കണേ, ബോക്സിൽ നിൽക്കണം. ഇവ ഇത്. മിസ്റ്റർ ഉല്ലാസ്, തലയിൽ കളിമണ്ണാണോ? ഉല്ലാസ് കഴുത്തിലിരിക്കുന്ന വിസിൽ വേറെ ആരുടെങ്കിലും കയ്യിൽ കൊടുക്കും. ടീം നിൽക്കാൻ ഒരു യോഗ്യതയില്ല. അനുവിന് ട്രസ്റ്റ് ഉള്ള 3 പേരെ വിളിച്ചിട്ട് അനുവിന് ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യാം. സാറേ അവരെത്രണ്ണം പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങണം? അറിയാം. സൂപ്പർ വിനീഷ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ആ പോരട്ടെ പോരട്ടെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അനു അടി കൊണ്ട് ചാവേ. എന്റെ ഭാഗത്തുനിന്ന് മാക്സിമം കൺസിഡറേഷൻ കൊടുത്ത് അനുവിന്റെ ഇഷ്ടത്തിന് ഗെയിം കളിക്കാനായിട്ട് അവസരം കൊടുത്തായിരുന്നു. അവ അനുവിന്റെ കൂട്ടുകാരൻ ശരിയല്ല. ഞാൻ കരയാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. ആര്? കരയരുത് കരയരുത് കേട്ടാ. അടി ഞാൻ വാങ്ങും. ഈ പാട്ട് നിങ്ങൾ കാരണം ഞങ്ങൾ വെറുക്കേണ്ടി വരും. അപ്പോ ആ ഒരു ക്രൂഷ്യൽ ക്ലൈമാക്സിലേക്ക് നമ്മൾ പോവാണ്. ഹെഡോ കിക്കോ എന്ന് പറഞ്ഞ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിലെ ടോട്ടൽ പോയിന്റ്സ് തങ്കുന്റെ അത് ഒരു പന്തിയുടെ അല്ലല്ലോ. പന്തിയുടെ മ്യൂസിക് ആണോ? തങ്കുന്റെ ടീം ഒരുപാട് ഫൗൾ പ്ലേ ചെയ്തിട്ടുണ്ട്. തങ്കച്ചൻ 3 പേര് കൈ പിടിച്ചോണ്ടിരിക്കണം. അതാണ് മെയിൻ ഗെയിം. ഇടയ്ക്കിടയ്ക്ക് നീ അവളുടെ കൂടെ പോയി സുഷ്മിത പറഞ്ഞു പോയി നിന്നിട്ട് ആ സുമേഷ് മാത്രമാണ് പോയി പൊട്ടിച്ചത്. അതൊക്കെ എന്ത് കണക്കാണ്? കൈ വിടാൻ പാടില്ല. പകുതി നേരം കളിയിലല്ല കാര്യം, എല്ലാം സുഷ്മിതയുടെ പുറയിലാണ്. ചേച്ചി കുറച്ച് മിതമായി സംസാരിക്കണം ഇത്തരം കാര്യങ്ങൾ. നിങ്ങളുടെ പരിപാടി കണ്ട സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോ സാരിയൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് അതുപോലെയാണ്. ഒരു മിതമായിട്ട് സംസാരിക്കുന്ന പോലെയാണ് നിങ്ങൾ പെരുമാറുന്നത്. അല്ല അതിന് അതിന്റെ തങ്കു ചേച്ചി പറഞ്ഞത് വളരെ വാലിഡ് പോയിന്റ് ആണ്. ഏറ്റവും വാലിഡ് പോയിന്റ് ആണ്. ഗെയിമില് ഈ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു റൈറ്റ് തന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ തങ്കച്ചൻ ആ പാട്ട് കേൾക്കുമ്പം കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവളുടെ അടുത്ത് പോകാതിരുന്നെങ്കിൽ പോയിന്റ് കിട്ടിയാണ്. അല്ലാതെ സുമേഷ് മാത്രം ഇങ്ങനെ 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 അടിച്ച് അങ്ങ് തന്നെ കൊണ്ടുപോയി ഒരെണ്ണം പൊട്ടിച്ച് അതൊന്നും പോയിന്റ് ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ നിന്ന് വാങ്ങിക്കണമെന്നാണ് ഈ പറയുന്നത്? അനുവിന് ആ ഗെയിം സ്പിരിറ്റ് ഉണ്ടായിരുന്നു, ടീം സ്പിരിറ്റ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ സ്പിരിറ്റ് ആയിരുന്നു. അവരെ കോച്ചും അടിച്ച് സെറ്റ് ആയിരുന്നു. ചേച്ചി അവരുടെ വീട്ടിൽ വാറ്റുള്ളപ്പോ അവർക്ക് സ്പിരിറ്റ് ഉണ്ടാകുന്നത് തെറ്റില്ല. ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് 6 പോയിന്റ്സോട് കൂടി. കൺഗ്രാറ്റുലേഷൻസ് ടു തങ്കച്ചൻ വിതുര ആൻഡ് ടീം. അല്ല, കൺഗ്രാറ്റുലേഷൻസ് ടു ഉല്ലാസ് പന്തല മണിക്കുട്ടി ആൻഡ് ടീം.
എന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷേ ഉണ്ടാ പക്ഷേ പക്ഷെ ഒരു പച്ചയുണ്ടല്ലേ? Congratulations to Tangachan, Vidura and team. ഈ പെർഫോമൻസ് ഞാൻ എൻ്റെ സുസ്മിതയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ട സങ്കല്പത്തിലും അങ്ങനെയാണ്. ചാട്ടവാറ അടിക്കുന്ന ആരാന്നറിയോ? സത്യൻ തെണ്ടുൽക്കർ. കൂണിന്റെ ഫിഗർ ചെയ്യാം, കൂണിന്റെ. എത്ര 5 അടിയല്ലേ? ആടിയടാ. ഒന്ന് കുറച്ച് ഞാൻ കൈ ഇങ്ങനെ കൊണ്ടുവരുന്നില്ല, എന്റെ മുഖത്ത് എക്സ്പ്രഷൻ വരുന്നില്ല, ഒന്നും വരുന്നില്ല. വരില്ല. ലക്ഷ്മി വേണ്ട, 2 അടിയിൽ നിർത്താൻ. എന്റെ സുസ്മിതയ്ക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. ഞാനൊരു ക്രൂരനാണെന്ന് വിചാരിക്കും. എന്നാ ആദ്യമേ ഒരടി പോലും കൊടുക്കാതിരുന്നൂടെ? ചേച്ചി അവൾക്ക് അടിയിലെ കുറവുണ്ട്, അതുകൊണ്ടാണ് 2 എണ്ണെങ്കിലും കൊടുക്കണം. ഓക്കെ ഓക്കെ. കൊടുക്കാം. എങ്ങനെ? അവള് പറയണ 3 അടി കൂടെ കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യട്ടെ? അവള് പറയണ ആ കൊച്ചു പറയുമ്പോ പിന്നെ എനിക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കൊടുക്കണ്ടെന്നാ പറഞ്ഞേ. കൊടുക്കണ്ടെന്നാ പറഞ്ഞേ. കൊടുക്കരുത്. ഞാൻ കൊടുക്കാം. എന്നെ വിഷമിപ്പിക്കില്ല, ഞാൻ കൊടുക്കാം. എന്റെ സുസ്മിത പറഞ്ഞ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആക്ടിംഗ് ആണെന്ന് പറയേയില്ല. ഇല്ല അടിച്ചു 2 എണ്ണം കൊണ്ടേ ഉള്ളൂ. എനിക്ക് കുഴപ്പമില്ല. അല്ല 2 അടി അടിച്ചിട്ട് പോ മര്യാദ. അല്ല 2 അടി എപ്പോഴും പെൻഡിങ് വെക്കുന്നതാണ്. വേണ്ട. അല്ല കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല, എനിക്ക് 2 അടി വേണം. അല്ല ഇതെന്താ എനിക്ക് ബെറ്റ് വെച്ചല്ലേ? ബെറ്റ് വെച്ചതല്ലേ നമ്മള്? അടിച്ചോ. നീ ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. സൂപ്പർ. അവസരം കിട്ടും. അവസരം കിട്ടുമെന്ന് തന്നെ നീ PSC പരീക്ഷയ്ക്ക് വന്നാണ്. ലക്ഷ്മി, ഞങ്ങള് എന്തായാലും ഗെയിം തോറ്റു. എന്റെ ഭയങ്കര വിഷമത്തില് ഒരു ബെറ്റ് വെച്ചെങ്കിൽ അവളെ മാത്രം അടിച്ചത് മോശമായിപ്പോയി. അത് നിങ്ങളെ കൂടെ അടിക്കണോ? അടിക്കാം. എന്താ അങ്ങനെ പറയണ? അത് മാത്രമല്ല, ഞങ്ങളുടെ അടിയും കൂടെ അവൾക്ക് കൊടുക്കണം. 1 2 3 4 5 ഒരു 5 അടിയും കൂടെ ഇനി അവൾക്ക്. എന്തൊരു നല്ല ടീമല്ലേ. ഇനി അടിയൊന്നുമില്ല ചേച്ചി. വേണ്ട. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അടിയൊന്നും വേണ്ട, പാവാനു. അല്ല ഇവിടെ ഞങ്ങളുടെ സുസ്മിത പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞു. അത് നീ സുസ്മിത നീ എടുത്ത് പറയുന്ന അത് പറയണ്ട. മിസ്റ്റർ കൂൺ. എന്തായാലും ഇതിനുള്ള ഒരു വലിയ പകരം ചോദിക്കല് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാട്ടോ. അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. കൂടുതൽ അംഗം നാളെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. കാരണം അത്രയധികം വെല്ലുവിളികൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. So now we are saying bye-bye from Amritaveni Hair Elixir presents My G Future Star Magic, saying tata bye-bye and good night.